ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പേഷ്യോ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ള ഐഡിയാസുമായിട്ടാണ്. അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടൊന്നും കൂടാതെ നമ്മുടെ വീട്ടിലൊരു ഭാഗം നമുക്കിതുപോലെ എളുപ്പത്തിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുള്ള ടിപ്സും ട്രിക്സും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നേരെ കാണുന്ന രീതിയിലാണ് കേട്ടോ ഞങ്ങൾ പേഷ്യോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ഹാളിൻ്റെ ഒരു ഭാഗത്തായിട്ട് കോർട്ട്യാർഡ് സെറ്റ് ചെയ്തതിന് ശേഷം കോർട്ട്യാർഡിൻ്റെ മുകളിലൂടെ ഒരു ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടാണ് പേഷ്യോയിലോട്ടുള്ള എൻട്രി കൊടുത്തിട്ടുള്ളത്. ഈ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഡബിൾ ഹൈറ്റ് വാളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സുസുക്കിയുടെ സിമൻറ്റ് ടെക്സ്ചർ പെയിൻ്റ് ആണ് കൊടുത്തേക്കുന്നത്. ആ വാളിനെ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് രണ്ട് വാൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രിഡ്ജിലോട്ട് വരുമ്പോൾ ബ്രിഡ്ജ് ചെയ്തേക്കുന്നത് തേക്കിലാണ് കേട്ടോ. ബ്രിഡ്ജ് ഒരു ടീക്ക് വുഡ് ഫിനിഷിൽ വന്നതുകൊണ്ട് തന്നെ ആ ബ്രിഡ്ജിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് രണ്ട് സൈഡിലായിട്ട് ആർട്ടിഫിഷ്യൽ ബാമ്പ് കൊടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ബാമ്പ് പ്യുവർ ഗ്രീൻ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ വീടുകളിൽ ഫർണിച്ചറോ ബ്രിഡ്ജോ ഒക്കെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഗ്രീൻ കളറിലെ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഭംഗിയാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ മെയിൻ്റെനൻസ് എളുപ്പമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ആയിട്ട് വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ആ വുഡൻ പാനലിൽ സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രിഡ്ജ് നേരെ എത്തുന്നത് പേഷ്യോയിലേക്കാണ്. പേഷ്യോയിലോട്ട് വരുമ്പോൾ പേഷ്യോൻ്റെ ഫ്ലോറിങ്ങിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ ടൈൽ ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ റൂം വേറെ എന്തെങ്കിലും രീതിയിൽ സെറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫ്ലോറിങ്ങിൽ ടൈൽ കൊടുത്തേക്കുന്നത്. പേഷ്യൻ്റെ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺ ആണ് കൊടുത്തേക്കുന്നത്. യെല്ലോ കളറിലോ ക്ലാഡിംഗ് സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത്. ആ വോളിന് താഴെയായിട്ട് നീളത്തിലുള്ള പ്ലാന്റഡ് ബോക്സും കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്ലാന്റഡ് ബോക്സിലായിട്ട് ആർട്ടിഫിഷ്യൽ ബാമ്പു ആണ് കൊടുത്തിട്ടത്. ഗ്രീൻ ആൻഡ് യെല്ലോ കളറിലുള്ള ആർട്ടിഫിഷ്യൽ ബാമ്പു ആണ്. ഒരു ആർട്ടിഫിഷ്യൽ ബാമ്പുവിൻ്റെ ലീഫ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ കേസ് പൊടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ബാമ്പു സ്റ്റിക്ക് ആർട്ടിഫിഷ്യൽ അല്ല, നോർമൽ ബാമ്പു സ്റ്റിക്ക് തന്നെയാണ്. അതിൻ്റെ ലീഫ് മാത്രമാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത്. ഈ ഒരു ബാമ്പു സ്റ്റിക്ക് എളുപ്പത്തിൽ ഇതുപോലെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ലീഫ് വരുന്നത്. ആ ഒരു ബാമ്പുവിനെ ഒന്ന് കൂടുതൽ ഭംഗിയാക്കാനായിട്ട് 3 ഗാർഡൻ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം രാത്രി കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ആ ഒരു ഗാർഡൻ ലൈറ്റ് വാം കളറിലുള്ള ലൈറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വാം ലൈറ്റ് നമ്മുടെ ബാമ്പുവിലേക്കും ക്ലാഡിംഗ് സ്റ്റോണിലേക്കും വന്ന് വീഴുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ പേഷ്യോ കാണാനായിട്ട്. പ്രത്യേകിച്ച് രാത്രിയൊക്കെ ഇവിടെ വന്നിരിക്കാനായിട്ട് നല്ല രസമാണ്. അതുപോലെ തന്നെ പ്ലാന്റർ ബോക്സിലുള്ള ബാമ്പുവിൻ്റെ അടിഭാഗം ഒന്ന് കവർ ചെയ്യാനായിട്ട് വൈറ്റ് കളർ സ്റ്റോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ പോളിഷ്ഡ് സ്റ്റോൺ ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പേഷ്യോൻ്റെ മറ്റൊരു സൈഡിലോട്ട് വരുമ്പോൾ അവിടെ പ്രീ സീറ്റഡ് ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. പേഷ്യോൻ്റെ ഫ്ലോറിങ് ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ ആ ഗ്രീൻ കളറിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാനായിട്ടാണ് വൈറ്റ് കളർ ബെഞ്ച് കൊടുത്തേക്കുന്നത്. ബെഞ്ച് സെറ്റ് ചെയ്ത് വെച്ച് ആ വോളിലായിട്ട് ഒരു സിംഗിൾ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഈ റൂമിലോട്ടുള്ള വെന്റിലേഷന് വേണ്ടിയിട്ടാണ് ആ ഒരു സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുള്ളത്. ബെഞ്ചിൻ്റെ ഒരു സൈഡിലായിട്ട് 3 പോട്ട് സ്റ്റാൻഡ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോട്ട് സ്റ്റാൻഡ് ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ, ആമസോണിൽ നിന്നാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ബെഞ്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് റൗണ്ട് ടൈപ്പിലുള്ള ഹാങ്ങിങ് ചെയർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാങ്ങിങ് ചെയറും ഞങ്ങൾ മാക്സിമം വൈറ്റിലോട്ട് നോക്കിയായിരുന്നു, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലാക്ക് കളറിലോട്ട് പോയത്. ആ ഒരു ഹാങ്ങിങ് ചെയറിന് റെഡ് കളറിലുള്ള കുഷനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പേഷ്യോൻ്റെ റൂഫിലായിട്ട് ടഫൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. GI പൈപ്പ് കൊണ്ടൊരു ഫ്രെയിം ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ടഫൻ ഗ്ലാസ് വിരിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലൈറ്റിങ്ങിനായിട്ട് സ്ട്രിംഗ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാത്രി നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ ഇരിക്കാനായിട്ട്, നല്ലൊരു ആംബിയൻസ് ആണ്. ഈ ഒരു ലൈറ്റ് ഞങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അതുപോലെ തന്നെ കൂടുതൽ ലൈറ്റിങ്ങിനായിട്ട് പേഷ്യോൻ്റെ ഒരു വോളിലായിട്ട് 2 വോൾ ഹാങ്ങിങ് ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു വോൾ ഹാങ്ങിങ് ഫാനും കൂടി കൊടുത്തിട്ടുണ്ട്. പേഷ്യോൻ്റെ റൂഫിങ്ങിലായിട്ട് ഗ്ലാസ് കൊടുത്തതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് അത്യാവശ്യം നല്ല ചൂട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടൊന്ന് കുറക്കാനാണ് കേട്ടോ ഫാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പേഷ്യോൻ്റെ ടോട്ടൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കൂടാതെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.